ആളുകളുടെ മുന്നിൽ അറിയിക്കാനുള്ളതല്ല, അതിനൊന്നും ആകരുത്. അറിവ് അള്ളാഹുവിന്റെ പേരിൽ അറിവ് മൃഗത്തിന്റെ രക്തമോ മാംസമോ ഒന്നും അള്ളാഹുവിലേക്ക് എത്തിച്ചേരൂല, അത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. അങ്ങനെയാണല്ലോ. മറിച്ച് ആ രക്തം അവിടെ ഒഴുകിപ്പോകും, മാംസം ഒരുപാട് ആളുകൾ കഴിക്കും, പക്ഷേ അള്ളാഹുവിലേക്ക് എത്തുന്നത് വലാകി യനാലു തഖ്വ മിൻകും, നിങ്ങളുടെ അള്ളാഹുവിലേക്കുള്ള തഖ്വയാണ്. ഇത് റബ്ബിന് വേണ്ടി അറുക്കുന്നു എന്നുള്ള ആത്മാർത്ഥതയാണ് നാഥനായ റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുക. അതുകൊണ്ട് ഇത് ആരെയും കാണിക്കാൻ, ഇതെൻ്റെ ഉളുഹിയ്യത്തിൻ്റെ മൃഗമാണെന്ന് മേനി നടിക്കാൻ, അല്ലെങ്കിൽ ഇത് ഞാൻ വലിയ അറിവ് നടത്തുന്ന ആളാണെന്ന് അറിയിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിനൊന്നും നിൽക്കരുത്. അതിനെ അള്ളാഹുവിൻ്റെ പേരിൽ നന്നായി അറുക്കുന്ന സമയത്ത് രോഗങ്ങൾ കരുതാം. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ എൻ്റെ ഇന്നാലിൻ്റെ രോഗം ഇതുകൊണ്ട് മാറണമല്ല, എൻ്റെ എന്നാലിൻ്റെ മകളുടെ കല്യാണം ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നടക്കണമല്ല, ഈ എൻ്റെ മകനിക്ക് നല്ല ബുദ്ധി ഇത് കാരണമുണ്ട് ഉണ്ടാകണമല്ല, എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങണമല്ല, എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകണമല്ല, എൻ്റെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകണമല്ല, എൻ്റെ കടങ്ങൾ അല്ലാഹുവേ നീ വീട്ടിത്തരണേ അല്ല, ഇന്നാലിന്ന ആള് ജയിലിലുണ്ട് അല്ല, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് അയാളെ നീ മോചിപ്പിക്കണേ അല്ല. ഇങ്ങനെ ഒരു അറിവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കരുതാൻ പറ്റുന്ന ഖൈറായ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. അതറുക്കുന്ന സമയത്ത് പ്രത്യേകം തക്ബീർ ചൊല്ലലും അതിന് സാക്ഷിയാകലും ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇതൊക്കെയും എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്രാവശ്യം ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിയാത്തവർ അടുത്ത വർഷം എന്തായാലും ഞാൻ ഉളുഹിയ്യത്ത് അറുക്കും ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടി പ്രത്യേകം മനസ്സുകൊണ്ട് മനസ്സാ വാചാ കർമ്മണ നമ്മൾ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പേരിൽ ആരെല്ലാം ഉളുഹിയ്യത്ത് അറുക്കുന്നുവോ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു ഗുരുനാഥൻ അറുക്കുമ്പോൾ, ഒരു ഗൃഹനാഥൻ അറുക്കുമ്പോൾ, ഒരു വീട്ടുകാരൻ അറുക്കുമ്പോൾ അതിൽ അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ പെട്ടു. അല്ലാതെ അയാൾ മാത്രമല്ല, അയാൾക്ക് വേണ്ടി മാത്രമല്ല അറുക്കുന്നത് ഗൃഹനാഥനാണെങ്കിലും വീട്ടുകാരനാണെങ്കിലും ഉപ്പയാണെങ്കിലും അതിൽ അവരുടെ ഭാര്യ അവരുടെ മക്കളൊക്കെ അതിൽ ഭാഗവാക്കാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല ഭംഗിയോടെ അതിൻ്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള നല്ല അറിവുകൾ നടത്തി കൂടുതൽ ഭക്ഷണം സാധുക്കൾക്ക് വിതരണം ചെയ്യുക. അതായത് എനിക്കെന്നെ കിട്ടണം, എനിക്കെന്നെ തിന്നണം, ഒരാഴ്ചക്കാലം ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. അടിയോടെ അടി, ആ സിസ്റ്റം മാറ്റണം. ആഴ്ചക്കാലം ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക, അടിയോടെ അടി, ആ സിസ്റ്റം മാറ്റണം. അങ്ങനെ ചില ആളുകളുണ്ട്. എന്നിട്ട് ഈ മാംസം അവിടെ ഫ്രിഡ്ജിൽ കിടന്ന് ആഴ്ചകളായി, ഇത് കിട്ടുമ്പോൾ വലിയ ആവേശം ഉണ്ടാവും. അവിടെ നിന്നും കിട്ടിയതും വാങ്ങും, ഇവിടെ നിന്നും കിട്ടിയതും വാങ്ങും, ഒക്കെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ ഒറ്റ തള്ളല. അങ്ങനെ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് ജല്ല ജലാലായ തമ്പുരാനെ, ഇത് ആദ്യം കിട്ടിയ ആവേശം പിന്നെ ഉണ്ടാവില്ല. തിന്നലങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ വയറങ്ങോട്ട് നിറഞ്ഞു തുടങ്ങിയാൽ ആദ്യം കിട്ടുന്ന ആവേശം ഉണ്ടാവില്ല. പിന്നെ ഇത് ആർക്കാ കൊടുക്കുക, ഇതാരാ വാങ്ങുക? ചില ആളുകൾ ഫ്രിഡ്ജിൽ വെച്ചൊന്നും ചിലപ്പോൾ വാങ്ങിക്കൊള്ളുന്നില്ല. അപ്പൊ പിന്നെ കുടുങ്ങി അത് വേസ്റ്റായി കളയുന്നവരുണ്ട്. അള്ളാഹിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും, അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അറുക്കുന്ന ആളുകൾ തരുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ മാംസം അത് ആവശ്യത്തിന് വാങ്ങിയാൽ മതി. അത് ആർക്കേ കൊടുക്കാവൂ? അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട മെമ്പർമാർക്ക് മാത്രമേ അത് കൊടുക്കാവൂ. അല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ പേരിൽ അറുത്തത് അത് അള്ളാഹുവിന്റെ ദീനിലില്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എന്തിനാണ്? അതിന്റെ നിയമമാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? ഒരാൾ അയൽവാസിയുണ്ട്, അയാളെ പരിഗണിക്കണം. അതുപോലെ തന്നെ അയാൾ പാവപ്പെട്ട ആളാണ്, അയാൾക്ക് ഒരു കിലോ നമ്മളുടെ ഇറച്ചി അറുത്തിട്ട് കൊടുത്തില്ല എങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി? 1 കിലോ ഇറച്ചി എക്സ്ട്രാ വാങ്ങുക. ധാരാളം ഇറച്ചി കിട്ടുമല്ലോ, ഷോപ്പിൽ പോയാൽ കിട്ടും. 1 കിലോ ആട്ടിറച്ചിയോ അല്ലെങ്കിൽ 1 കിലോ കോഴിയിറച്ചിയോ അല്ലെങ്കിൽ 1 കിലോ ബീഫോ, നിങ്ങൾക്ക് എന്താണ് വാങ്ങുക, അവർക്ക് എന്താ ഇഷ്ടം, അതൊക്കെ വാങ്ങി നിങ്ങൾ വേറെ കൊടുത്തോ. ഈ ഉളുഹിയ്യത്തിന് വേണ്ടി അറുത്ത മൃഗം അത്
അത് അള്ളാഹുവിൻ്റെ ദീനിൽ മെമ്പറായ ആളുകൾക്ക് മാത്രമേ കൊടുക്കാവൂ. അത് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല, അത് വേറൊരാൾക്ക് ഭക്ഷിപ്പിക്കാൻ പാടില്ല എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ.